ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മെല്ലു ബാങ്കർ. അപ്പോൾ എൻ്റെ SBI ക്ലർക്കിൻ്റെ പ്രിലിംസ് ഓവർ ആയിട്ടുണ്ട്. 27th ഓഗസ്റ്റിലെ ഫസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു എൻ്റെ എക്സാം. അപ്പോൾ ഞാൻ എൻ്റെ അറ്റംപ്റ്റ്സിനെ കുറിച്ചൊക്കെ ടെലിഗ്രാം ചാനലിൽ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ്, അതായത് സീക്വൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, ക്വാൻസ്, റീസണിങ് ആയിരുന്നു. ആൻഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ഈസി ലെവൽ എക്സാം ആയിരുന്നു. ഈസി എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് ഒത്തിരി ബിഗ് പാരഗ്രാഫ്സും അങ്ങനത്തെ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള പാരഗ്രാഫ്സും അതുപോലെ തന്നെ വേർഡ് റീ അറേഞ്ച്മെൻറ്റൊക്കെ ആണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. RC വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എറർ സ്പോട്ടിങ് 4 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. സെൻറ്റൻസ് റീ അറേഞ്ച്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. വേർഡ് റീ അറേഞ്ച്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. വേർഡ് യൂസേജ് വെച്ചിട്ടുള്ളത് വന്നിട്ടുണ്ടായിരുന്നു. ക്ലോസ് ടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു A to F. അത് 6 ക്വസ്റ്റ്യൻസിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്രേസ് റീപ്ലേസ്മെൻറ്റും വന്നിട്ടുണ്ടായിരുന്നു. ദെൻ അതിൽ ഞാൻ ടോട്ടൽ അറ്റംപ്റ്റ് ചെയ്തതെന്ന് പറയുന്നത് 29 ആണ് അറ്റംപ്റ്റ് ചെയ്തത്. അതിലെനിക്ക് ഈ ക്ലോസ് ടെസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ എനിക്കൊരു ഡൗട്ട് പോലെ തോന്നി. അതുകൊണ്ട് ഞാനത് ചെയ്തില്ല. ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ്സ് ഒത്തിരി വരുത്തണ്ട എന്ന് കരുതിയാണ് ഞാൻ മാക്സിമം ശ്രദ്ധിച്ചാണ് ചെയ്തത്. അതിൽ തന്നെ ഇപ്പോൾ കറക്റ്റ് സെൻറ്റൻസ് ഒക്കെ ആണെങ്കിലും ഇപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ബോൾഡായിട്ട് തന്നെ തന്നിട്ടുണ്ടായിരുന്നു ഇൻകറക്റ്റ് ഏതാണ് കറക്റ്റ് ഏതാണെന്നൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇൻകറക്റ്റ് സെൻറ്റൻസ് ഏതാണോ അത് കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. പിന്നെ 2 ക്വസ്റ്റ്യൻസ് കറക്റ്റ് സെൻറ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ RC എന്ന് പറയുന്നത് ഒരു ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തതിനെക്കുറിച്ച്, ഒരു റിസർച്ച് അങ്ങനെ ഒരു ഓൺലൈൻ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഉള്ള എന്തോ ഒരു ആപ്പ് തുടങ്ങിയ കാര്യത്തിനെ കുറിച്ചിട്ടായിരുന്നു. ടെക്സിറ്റ് എന്നോ അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു. ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു RC ആയിരുന്നു. ഒരു സ്റ്റോറി പോലെ തന്നെയായിരുന്നു. അതിൽ അപ്പോൾ സി എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓർഡർ എന്ന് പറയുന്നതിന് സമാനമായിട്ടുള്ള വേർഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വേറൊരു വേർഡും കൂടെ, അങ്ങനെയായിരുന്നു വേർഡ് ഉണ്ടായിരുന്നത്. ദെൻ അതുപോലെ തന്നെ സെൻറ്റൻസ് ഒരു വേർഡ് തന്നിട്ട് മീനിങ് ആ സെൻറ്റൻസിന് തന്നെയാണോ, ടിയർ എന്നുള്ളതിനായിരുന്നു ആ വേർഡ് ചോദിച്ചിരുന്നത്. അങ്ങനെയായിരുന്നു ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ ടോട്ടൽ ചെയ്തത് 29 ആണ് ഔട്ട് ഓഫ് 30. ഓവറോൾ ഒരു ഈസി ലെവൽ തന്നെയായിരുന്നു. അത്യാവശ്യം വായിച്ചാൽ തന്നെ എറേഴ്സൊക്കെ മനസ്സിലാവുകയും അതുപോലെ തന്നെ വായിച്ചാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാകുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ 12 ഷിഫ്റ്റ്സിൻ്റെ എക്സാംസ് ഓവർ ആയിട്ടുണ്ട്. നിങ്ങൾ ഏത് ഷിഫ്റ്റ് ആണെന്നും എത്ര അറ്റംപ്റ്റ് ആണ് നടത്തിയിട്ടുള്ളതെന്നും പറയുക. അപ്പോൾ നമുക്ക് ബാക്കി സേഫ് അറ്റംപ്റ്റ്സിനെ കുറിച്ചും ഒക്കെ അത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ദെൻ കമ്മിങ് ടു ക്വാൻസ്. അപ്പോൾ എനിക്ക് പിന്നെ നെക്സ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ക്വാൻസ് ആയിരുന്നു. ക്വാൻസിൽ നമുക്ക് സാധാരണ ട്രെൻഡ് പോലെ തന്നെ സിംപ്ലിഫിക്കേഷൻ, അതുപോലെ സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളായിരുന്നു സ്പീഡ് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട്. അത് 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു സിംപ്ലിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആയിരുന്നു. സ്ക്വയേഴ്സും അതുപോലെ തന്നെ റൂട്ടിൻ്റെ ഒക്കെ വെച്ചിട്ടുള്ള ബേസിക് അഡീഷനൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി കോംപ്ലക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ കൂടുതലും DIs ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതല്ലാണ്ട് സിംപ്ലിഫിക്കേഷൻ മാത്രമേ സ്പീഡ് മാത്സിൽ നിന്നുള്ളായിരുന്നു. അപ്രോക്സിമേഷനും റോങ് നമ്പർ, മിസ്സിംഗ് നമ്പർ ഒന്നും വന്നിട്ടില്ലായിരുന്നു. DI തന്നെ ടേബിൾ DI ഉണ്ടായിരുന്നു, ബാർഗ്രാഫിൻ്റെ DI ഉണ്ടായിരുന്നു, കേസ്ലെറ്റ് DI 2 ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ടേബിൾ DI എന്ന് പറയുന്ന പെന്ന്, ബുക്ക്, പെൻസിൽ, ഇങ്ങനെ ABCD എന്ന് പറയുന്ന 4 ഷോപ്സിൻ്റെ പെൻ, ബുക്ക്, പെൻസിൽ. അപ്പോൾ അത് ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പറിൽ എഴുതേണ്ട ആവശ്യമൊന്നും ജസ്റ്റ് വായിച്ച് നോക്കി തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ടേബിൾ DIയിൽ ഉണ്ടായിരുന്നു. സിമ്പിൾ DI ആയിരുന്നു. 5 ക്വസ്റ്റ്യൻ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അടുത്തായിരുന്നു ബാർഗ്രാഫ് വന്നിട്ടുണ്ടായിരുന്നത് A എന്ന് പറയുന്ന ഇടത്ത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് സിംഗ് ചെയ്യുന്നവരുടെയും ഡാൻസ് ചെയ്യുന്നവരുടെയും. Bയിൽ സിംഗ് ചെയ്യുന്നവരുടെയും ഡാൻസ് ചെയ്യുന്നവരുടെയും. Cയിൽ സിംഗ് ചെയ്യുന്നവരുടെയും ഡാൻസ് ചെയ്യുന്നവരുടെയും. Dയിൽ സിംഗ് ചെയ്യുന്നവരുടെയും ഡാൻസ് ചെയ്യുന്നവരുടെയും. അങ്ങനെ നമ്പേഴ്സ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതും ഇതുപോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെന്നും പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഡീകോഡ് ചെയ്ത് ബാർഗ്രാഫ് അത് അങ്ങനത്തെ ഒരു ബാർഗ്രാഫായിരുന്നു. അത് ഒത്തിരി ഡീകോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. നമുക്ക് തന്നെ ആ ക്വസ്റ്റ്യൻ ആൻസർ ആ ഒരു DI എന്ന് തന്നെ ഡീകോഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. എളുപ്പമായിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ്ണാണ് കേസ്ലെറ്റ് ഉണ്ടായിരുന്നു. കേസ്ലെറ്റ് എന്ന് പറയുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും, നമ്പർ ഓഫ് ആൾക്കാരുടെ ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ തന്നെ ബോത്ത് ഫിസിക്സും കെമിസ്ട്രിയും ലൈക്ക് ചെയ്യുന്ന അങ്ങനെ ഒരു ബാർഗ്രാഫായിരുന്നു. അത് ഇപ്പോൾ ടോട്ടൽ ലൈക്ക് ചെയ്യുന്നവരുടെ 76 എന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഫിസിക്സ്, അതായത് കെമിസ്ട്രി എന്ന് പറയുന്നത്
എന്താണ് 1/4 അല്ല കെമിസ്ട്രിയുടെ 1/4 ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഡീകോഡ് ചെയ്തെടുക്കാവുന്നതായിരുന്നു. കേസിൽ DI 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. സിമ്പിളായിട്ട് ചെയ്യാവുന്നതായിരുന്നു. ദെൻ കേസിൽ DI വേറൊരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. ആപ്പിളിൻ്റെയും ബനാനയുടെയും Aയും Bയും ഷോപ്പ്, അത് XY ആണെന്ന് എനിക്കറിയത്തില്ല. ആപ്പിളും ബനാനയെ കുറിച്ച് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതിലും 3 ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അതും ചെയ്യാവുന്നതായിരുന്നു. അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ബോട്ട് സ്ട്രീം ഉണ്ടായിരുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടായിരുന്നു, ദെൻ ടൈം സ്പീഡിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ടോട്ടൽ ഞാൻ ക്വാൻസിൽ അറ്റംപ്റ്റ് ചെയ്തത് 30 ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്തത്. എനിക്ക് 31 ചെയ്യാമായിരുന്നു. ഞാൻ ഏതോ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ആൻസർ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ടൈം കിട്ടാതെ വന്നത് ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലായിരുന്നു എനിക്ക് 31 അറ്റംപ്റ്റ് ചെയ്യാമായിരുന്നു. ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്ന റീസണിങ് ആയിരുന്നു. റീസണിങ് എന്താണ്, എക്സ്ട്രാ ഓർഡിനറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല. പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ചെയ്ത് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അൺസർട്ടൈൻ പസിലിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് 16% ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് 8% ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മന്തും ഡേയും, അതായത് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ തന്നിട്ട് എന്താണ് 29 ആണ് 12 ആണ് അങ്ങനെ 2 ഡേയ്സ് തന്നിട്ടുള്ള മന്തും ഡേയും ബേസ് ചെയ്തുള്ള പസിലുണ്ടായിരുന്നു. ദെൻ ഇനീക്വാളിറ്റി ഉണ്ടായിരുന്നു, സിലോജിസം ഉണ്ടായിരുന്നു, വേർഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്ന വേർഡിൻ്റെ അത് നമ്പർ ഓഫ് എത്രയാണ് ഫോർവേഡും ബാക്ക്വേഡും, എനിക്കതാണ് തെറ്റിപ്പോയത്. ഞാൻ 35 അറ്റംപ്റ്റ് ചെയ്തു, പക്ഷേ എനിക്ക് ഒരെണ്ണം നെഗറ്റീവ് ആണെന്ന് എനിക്ക് ബോധ്യമായി. കാരണം ഞാൻ ഡ്യൂറേഷൻ്റെ ആണെങ്കിൽ എനിക്ക് 4 ഉണ്ടെന്ന് ഞാൻ കണ്ടു. 3 ആണ് ഞാൻ ആദ്യം മാർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടെ നോക്കിയപ്പോൾ അത് 4 ഉണ്ടെന്ന് എനിക്ക് കണ്ടു. പക്ഷേ അതെനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നതിന് മുൻപ് തന്നെ ടൈം ഔട്ട് ആയിപ്പോയി. സോ അതെനിക്ക് നെഗറ്റീവായി. ദെൻ അത് കഴിഞ്ഞിട്ട് ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. ദെൻ അതായത് ഈ വാക്കുകൾ നമ്മൾ തന്നിട്ടുണ്ട്, അങ്ങനെയുള്ള വേർഡ്സ് ഉണ്ടല്ലോ, 3 വേർഡ്സ് വെച്ചിട്ടുള്ള NEP KEP അങ്ങനെ വന്നിട്ട് ആ വേർഡ്സിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അതായത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ അൺഎക്സ്പീരിയൻസ് ചെയ്തതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. എല്ലാം നോർമൽ എക്സാം നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ടോട്ടൽ ഞാൻ റീസണിങ്ങിന് ചെയ്ത് 35 ചെയ്തു, ബട്ട് ഒരെണ്ണം റോങ് ആയിപ്പോയി. അങ്ങനെ ടോട്ടൽ എൻ്റെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 94 ആണ് out of 100 and I am pretty sure of my accuracy. So I hope എന്താണ് ക്ലിയർ ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആകുമായിരിക്കാം, ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങളുടെയൊക്കെ അറ്റംപ്റ്റ്സ് എത്രയൊക്കെയാണ് എന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്താണ് 12 ഷിഫ്റ്റ്സും കഴിയുമ്പോഴേക്കും ആൾക്കാരുടെ അറ്റംപ്റ്റ്സും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു പോള് ടെലിഗ്രാം ചാനലിൽ ഇടാം. അപ്പോൾ നിങ്ങളെല്ലാവരും അത് മാർക്ക് ചെയ്യുക. സോ അതിൽ നിന്ന് അത്യാവശ്യം ഒരു സേഫ് അറ്റംപ്റ്റ്സ് എത്രയാണ്, അതുപോലെ തന്നെ ഓവറോൾ എത്ര പേര് എത്രയാണ് റേഞ്ച് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഈ ഇത്രയും 12 ഷിഫ്റ്റ്സും ഒരുമാതിരി ഒരു ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു SBI ക്ലർക്കിന് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 60+ അറ്റംപ്റ്റ് ചെയ്തവർ ഷുവറായിട്ടും മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. മെയിൻസ് എന്ന് പറയുന്നത് നവംബർ 15, 16 ആ ടൈമിലായിരിക്കും മെയിൻസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാനും മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളും എന്താണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ മെയിൻസ് റിലേറ്റഡ് വീഡിയോസും കണ്ടൻസും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മെയിൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഇടുമ്പോഴേക്കും അതിൽ ഞാൻ നിങ്ങളുടെ ഡൗട്ട്സ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. നിങ്ങളുടെ എക്സാം ലെവലും ഡിഫിക്കൽറ്റി ലെവലും അതുപോലെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ കണ്ടൻറ്റ്സ്, മെയിൻസ് ബണ്ടിൽ PDF അതുപോലുള്ള ഫ്രീ കണ്ടൻറ്റ്സ് ഒക്കെ ധാരാളം ലഭിക്കുന്നതായിരിക്കും. ഞാൻ എല്ലാം ടോട്ടലി ഫ്രീ ആയിട്ട് തന്നെ, പെയ്ഡായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ പോലും ഫ്രീ ആയിട്ട് ഞാൻ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതല്ല എങ്കിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടോ ചെയ്തിരിക്കാം. അത് നിങ്ങൾ യൂസ് ചെയ്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. സോ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.